നമസ്കാരം. ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ, പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് എൻ്റെ മനസ്സിൽ ഉണ്ടായ ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചർച്ചയ്ക്ക് വെക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്ലോകം ഇങ്ങനെയാണ്: പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യമഗതീപ്ചമു വ്യൂഢാം ദ്രുപദപുത്രാണാം തവ ശിഷ്യേണ ധീമത. ഇതാണ് ശ്ലോകം എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദുര്യോധനും അതുപോലെ തന്നെ ദുര്യോധനാദികളും പാണ്ഡവരും ധർമ്മ അധർമ്മ വാദികളായ രണ്ട് കൂട്ടർ യുദ്ധത്തിന് കുരുക്ഷേത്ര ഭൂമിയിൽ ഒരുങ്ങി നിന്നപ്പോൾ അവരുടെ എല്ലാം ഗുരുവായ ദ്രോണരെ ദുര്യോധനൻ പാണ്ഡവരുടെ പക്ഷത്തുള്ള മഹത് വ്യക്തികൾ, യുദ്ധത്തിനെത്തിച്ചേർന്ന ധീരന്മാരായ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. അക്കൂട്ടത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ദ്രുപദപുത്രനായ ദൃഷ്ടധ്യുമ്നൻ. ഇവിടെ ഈ ആശയം എന്നിൽ ഉടലെടുത്തത് ആ മഹാഭാരതത്തിലെ ആ ഏടുകൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് ഇന്നത് ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. ദ്രുപദൻ എന്ന് പറയുന്നത് പാഞ്ചാല രാജ്യത്തെ മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു, ഒറ്റ ചങ്ങാതിയുമായിരുന്നു ദ്രോണർ. തങ്ങളുടെ അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും അധ്യയനം കഴിഞ്ഞതിന് ശേഷം ദ്രോണർ അതീവ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും, ദ്രോണർ എന്ന് പറയുന്നത് ബ്രാഹ്മണനായിരുന്നു, അദ്ദേഹം അതീവ കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും, എന്നാൽ കൂട്ടുകാരനായ ദ്രുപദൻ മഹാരാജാവുമായിരുന്നു. സഹപാഠിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദം ദ്രോണരെ ദ്രുപദൻ്റെ എത്തിച്ചേരാൻ മനസ്സ് വെമ്പൽ കൊണ്ട് ദ്രോണർ എത്തിച്ചേർന്നു. കാരണം തൻ്റെ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരം ഈ പറയുന്ന ദ്രുപദൻ അല്ലെങ്കിൽ മഹാരാജാവ് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ദ്രോണർ ദ്രുപദൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പ്രസ്താവം ദ്രുപദൻ്റെ അടുക്കൽ വെക്കുമ്പോൾ തന്നെ ദ്രോണരെ അധിക്ഷേപിക്കുകയും സഭയിൽ വെച്ച് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സഹിക്കവയ്യാതെയാണ് ദ്രോണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അതുപോലെ ഒരു ശപഥം ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ രാജ്യം താൻ കൈക്കലാക്കും, ദ്രുപദനെ ഞാൻ വധിക്കും, അല്ലെങ്കിൽ ദ്രുപദനെ എൻ്റെ അടിമയാക്കും എന്നുള്ള തരത്തിലൊരു പ്രസ്താവം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ദ്രോണർ മഹാരാജാവായിരിക്കുന്ന ദ്രുപദൻ്റെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണ് ബ്രാഹ്മണനായിരുന്ന ദ്രോണർ ആയുധ പരിശീലനത്തിന് വേണ്ടി പോകുന്നതും ആയുധ പരിശീലനത്തിൽ അതീവ താല്പര്യം കാണിച്ച് അദ്ദേഹം വളരെ ശ്രദ്ധാലുവായി തീർന്നതോടൊപ്പം തന്നെ ആയുധ പരിശീലനത്തിൻ്റെ എല്ലാ ഉത്തമമായ തലത്തിലേക്ക് എത്തിച്ചേരുകയും അതിൽ പരാംഗതനായി തീരുകയും ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം തേടി നടന്നത് തൻ്റെ വിദ്യ അഭ്യസിപ്പിക്കാൻ പറ്റിയ, എന്നാൽ അതിൽ കൂടി തൻ്റെ ശപഥം നിറവേറ്റാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു വ്യക്തിയാണ് അന്വേഷിച്ച് നടന്നത്.
അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുന്നത് ദുര്യോധനാദികളുള്ള സ്ഥലത്താണ് ദുര്യോധനാദികളുടെ അടുക്കലാണ് എത്തിച്ചേരുന്നത്. അവിടെ ഭീഷ്മരെ കാണുകയും ഭീഷ്മരെ കണ്ടതിന് ശേഷം ഭീഷ്മരോട് തൻ്റെ ആയുധ പരിശീലനത്തിൻ്റെയും അതുപോലെ തന്നെ താൻ അതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു എന്നും തനിക്ക് ആയുധ പരിശീലനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഭീഷ്മരെ ധരിപ്പിക്കുകയും ഭീഷ്മർ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ആയുധ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ദ്രോണരെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദ്രോണർ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിത്തീരുന്നത്. അങ്ങനെ ഗുരുവായിത്തീർന്ന ദ്രോണർ എല്ലാ അസ്ത്രശസ്ത്ര വിദ്യ പഠിപ്പിച്ചതിന് ശേഷം കൗരവരോടും പാണ്ഡവരോടും പറയുന്നുണ്ട്, നിങ്ങളിൽ ആരൊക്കെ, അല്ലെങ്കിൽ കൗരവരോട് ആദ്യം പറയും, നിങ്ങൾ പോവുക, ദ്രുപദനുമായി യുദ്ധം ചെയ്ത് ദ്രുപദനെ കീഴടക്കി കൊണ്ടുവരിക. കൗരവന്മാർ പോയിട്ട് യുദ്ധം ചെയ്ത് ദ്രുപദനെടുക്കൽ നിന്ന് തോറ്റോടി വരികയുണ്ടായി. അതിനുശേഷമാണ് പാണ്ഡവന്മാരെ പറഞ്ഞു വിടുന്നത്. പാണ്ഡവരിൽ അസ്ത്രശസ്ത്ര നിപുണനായ അർജുനൻ ദ്രുപദനെ തോൽപ്പിക്കുകയും പിടിച്ചുകെട്ടി ദ്രോണരുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ദ്രുപദനെ കൊല്ലുന്നതിനൊന്നും ദ്രോണർ മുതിർന്നില്ല. അതിനു പകരം ദ്രുപദന്റെ രാജ്യം ദ്രോണർക്ക് കിട്ടിയെങ്കിലും ദ്രോണർ അതിൻ്റെ പകുതി ദ്രുപദന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ക്ഷത്രിയനായിരുന്ന ദ്രുപദന്റെ മനസ്സിൽ ശത്രുസംഹാരം കുടികൊണ്ടിരുന്നു. അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, രണ്ട് കാര്യമാണ് ദ്രുപദൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഈ ദ്രോണരെ തൻ്റെ മകനെ കൊണ്ട് കൊല്ലിക്കുക. രണ്ടാമത്, പാണ്ഡവരിൽ അസ്ത്രശസ്ത്ര നിപുണനായ ഈ ശാസ്ത്രത്തിൽ ഈ ശാസ്ത്രവിദ്യയിൽ മുൻപന്തി നിൽക്കുന്ന അർജുനന് തൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. അങ്ങനെയാണ് കഥ പറയുന്നത്. ഒരു മഹായാഗം നടത്തുകയും അതിൽ നിന്ന് ആ യാഗത്തിൻ്റെ ഫലമായി ഉണ്ടായ രണ്ട് വ്യക്തികളാണ് മകനായ ദൃഷ്ടദ്യുമ്നും മറ്റേത് കൃഷ്ണപാഞ്ചാലിയും. ഇതിൽ ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നത് ദ്രുപദന്റെ പുത്രനാണെങ്കിൽ പോലും അസ്ത്രശസ്ത്ര വിദ്യ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രോണരെ തന്നെയാണ് സമീപിക്കുന്നത്. ദൃഷ്ടദ്യുമ്നന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അച്ഛൻ ഇങ്ങനെ ഒരു ശബ്ദം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ ഗുരുവിന് എല്ലാ ഗുരുഭക്തിയോടും കൂടി തന്നെ പഠിപ്പിക്കുന്ന വിദ്യ അതിനിപുണമായ രീതിയിൽ പരിശീലിക്കാനുണ്ടാകുന്നു. അങ്ങനെ നല്ലൊരു ശിഷ്യനായിക്കൊണ്ട്, ദ്രോണറുടെ നല്ലൊരു ശിഷ്യനായിക്കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ എല്ലാ അസ്ത്രശസ്ത്ര പാഠങ്ങളും വിദ്യകളും മുഴുവനായി പഠിക്കാനുണ്ടാവും. ഇവിടെ ദുര്യോധനാദികളുടെ മാനസിക തലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദുര്യോധനൻ ഓരോരുത്തരെയും കാട്ടിക്കൊടുക്കുകയാണ്. ഓരോ പാണ്ഡവരിലെ ഓരോ ധീരശാലികളായ യോദ്ധാക്കളെ കാണിച്ചുകൊണ്ട് ദുര്യോധനൻ പരിചയപ്പെടുത്തുന്നതിനിടയ്ക്കാണ് ദുഷ്ടദ്യുമ്നെ പരിചയപ്പെടുത്തുന്ന ആ തലം വന്നത്. അപ്പോൾ ദുഷ്ടദ്യുമ്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദുര്യോധൻ പറയുന്ന വാക്കുകളാണ് പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീജവു. ആചാര്യ, അത് കണ്ടുകൊള്ളുക, ആരാ നിൽക്കുന്നതെന്ന്. വ്യൂഢ ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അങ്ങയുടെ അടുത്ത ശിഷ്യനായ ദ്രുപദന്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നാണ് ദാ നിൽക്കുന്നത് എന്ന് ദുര്യോധനൻ ദ്രോണർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ്രോണർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ദുര്യോധനൻ ചിന്തിക്കുന്നത് ആസുരമായ ചിന്തയോടുകൂടിയാണ് ദുര്യോധനൻ ദ്രോണർക്ക് കാണിച്ചു കൊടുക്കുന്നത്, അതായത് ദുഷ്ടദ്യുമ്നെ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ
സംശയങ്ങളും ഭയവും ഒക്കെ കുടിയിരിപ്പുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയൊക്കെ വലിയ പടയുണ്ടായാലും, അതായത് 11 അക്ഷൗണിപ്പടയാണ് കൗരവ സൈന്യത്തിനോടുള്ളത്. വെറും 7 അക്ഷൗണിപ്പട മാത്രമേ പാണ്ഡവരുടെ കൂടെ ഉള്ളൂ. അപ്പോൾ ബലക്കുറവ് പാണ്ഡവരിലാണ്. എന്നാൽ ധർമ്മയുദ്ധമാണ്. കൗരവരിൽ 11 അക്ഷൗണി ഉണ്ടെങ്കിൽ പോലും പാണ്ഡവരെ ദുര്യോധനാദികൾക്ക് പേടിയ, അർജുനനുള്ള അടക്കമുള്ള പാണ്ഡവരെ ദുര്യോധനാൾക്ക് ഭയമാണ്. കാര്യം അവരുടെ അക്ഷൗണിപ്പടയിലല്ല, മറിച്ച് അവരുടെ അസ്ത്രശസ്ത്ര നിപുണത, ഗദായുദ്ധത്തിലുള്ള ബലം, ഭീമന്റെ, ഇങ്ങനെ പലതും ദുര്യോധന്റെ മനസ്സിൽ സംശയത്തിന് ഇടയായിക്കൊണ്ടാണ് ആസുര മനസ്സോടുകൂടി ഇവിടെ ദുര്യോധനൻ ദ്രോണരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് അങ്ങയുടെ ശിഷ്യൻ തന്നെയാണ്, അത് മനസ്സിലാക്കുക. പക്ഷെ അവൻ ബലവാനാണ്, അങ്ങാണ് അവനെ പഠിപ്പിച്ചത്. പക്ഷേ അവൻ നിൽക്കുന്ന ശത്രു സൈന്യത്തിലാണ്. ഒരു പക്ഷേ എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ദുര്യോധനൻ ചിന്തിക്കുന്നത്. ഈ ദൃഷ്ടദ്യുമ്നൻ ഉണ്ടായത് എന്തിനാണെന്നുള്ളത് ദ്രോണർക്കറിയാം. തന്നെ വധിക്കാൻ വേണ്ടിയാണ് ദ്രുപദൻ ദൃഷ്ടദ്യുമ്നന്റെ സൃഷ്ടി നടത്തിയെന്നുള്ളത് ദ്രോണർക്ക് നന്നായിട്ടറിയാം. എന്നാലും പ്രപഞ്ചത്തിൻ്റെ കളി എങ്ങനെയാണോ, പ്രപഞ്ചം എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അത് ആ വഴിക്കല്ല. പ്രപഞ്ചം എങ്ങനെയാണോ നിയമിച്ചിരിക്കുന്നത്, നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്, ആ വഴിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ദ്രോണർ ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ദുര്യോധനൻ ദൃഷ്ടദ്യുമ്നനെ പരിചയപ്പെടുത്തിയപ്പോഴും ദ്രോണറുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗുരുക്കന്മാരെ പിന്തിരിപ്പിക്കാൻ ആസുര മനസ്സുള്ള അനേകം വ്യക്തികൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഏഷണിയായാലും ശരി, മറ്റു തരത്തിലായാലും ശരി, ഗുരുക്കന്മാരെ ഏഷണി കയറ്റി മറ്റുള്ളവരിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന അനേകം ആസുര ശക്തികൾ ധർമ്മിഷ്ഠരായിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മിഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാരുടെ ചുറ്റും ഇന്ന് നിലകൊള്ളുന്നുണ്ട്. അത് അറിയാതെ ഏഷണി കേട്ടും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഇല്ലാത്തത് പറയുന്നത് കേട്ടും ചില ഗുരുക്കന്മാർ ധർമ്മത്തിൻ്റെ വഴിയിൽ നിന്നും പാതയിൽ നിന്നും ചലിച്ചു പോകാറുണ്ട്. കുറച്ചു നാളത്തെങ്കിലും ആ ചലനം ഉണ്ടാവാറുണ്ട്. ഈ ചലനം ആസുരശക്തിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളിൽ ഭ്രമിച്ച് മതിമറന്നു പോകുന്ന അവസ്ഥ, ഇത് പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണ്. അന്നും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത്. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ധർമ്മയുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് ദ്രോണരെയും കൗരവരെയും ഒരേപോലെ അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിപ്പിച്ച ദ്രോണർ പോലും അധർമ്മത്തിന് കൂട്ടുനിന്നു. ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യുദ്ധം നടക്കുന്നതിന് മുൻപായിട്ട് ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ പാണ്ഡവർ പോയി കണ്ടതാണ്. പറഞ്ഞു ചെയ്യാൻ പോകുന്നു. കൃഷ്ണൻ പോലും ഇതിന് തടയിടുന്നതിന്, യുദ്ധം നടക്കാതിരിക്കുന്നതിന് വേണ്ടി, തടയിടുന്നതിന് വേണ്ടി പാണ്ഡവരും കൃഷ്ണനും ഒക്കെ തുനിഞ്ഞതാണ്. പക്ഷേ ആശ്വരബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്ന ദുര്യോധനെ പോലുള്ള വ്യക്തികൾക്ക് യുദ്ധം അനിവാര്യമാണെന്ന് തോന്നിക്കൊണ്ടാണ് അങ്ങനെ ഒരു മഹാഭാരത യുദ്ധത്തോട് നടന്നത്. അതിന് കൂട്ടുനിന്ന ദ്രോണരെയും ഭീഷ്മരെയും ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറ്റുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ദ്രോണരും ഭീഷ്മരും ഒക്കെ പറഞ്ഞത്, പ്രത്യേകിച്ച് ദ്രോണർ പറഞ്ഞത്, ഞാൻ നിൽക്കുന്ന സ്ഥലം എനിക്കറിയാം അധർമ്മകളുടെ കൂടെ ആണെങ്കിൽ പോലും അവർ തരുന്നതാണ് ഞാൻ ഭക്ഷിക്കുന്നത്. അപ്പോൾ അത് അവരുടെ കൂടെ നിൽക്കാതിരിക്കാതെ എനിക്ക് സാധ്യമല്ല. 2-ാം അധ്യായത്തിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പോലും ഉണ്ട് ഇതിനെക്കുറിച്ച്. അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അപ്പം അധർമ്മത്തിൻ്റെ കൂട്ടുനിന്ന് യുദ്ധം ചെയ്യുമ്പോൾ
താനും അധർമ്മിയായി പോകുന്നു എന്നൊരു തോന്നൽ ദ്രോണർക്ക് പോലും ഉണ്ട്. ധർമ്മയുദ്ധമാണ് ഇപ്പുറത്ത് നടക്കുന്നുള്ളത് അറിവും ദ്രോണർക്കുണ്ട്. പക്ഷേ തൽക്കാലത്തെ സാഹചര്യത്തിൽ അടിമപ്പെട്ട് ഭീഷ്മരും ദ്രോണരും ഒക്കെ ആ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം യുദ്ധത്തിൽ 7 അക്ഷൗണിപ്പടയും വെറും 5 പാണ്ഡവന്മാരും 100 പേരുണ്ടായിട്ടും 5 പാണ്ഡവന്മാരും ഉണ്ടായിരുന്ന മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവന്മാർക്ക് വിജയം ഉണ്ടാവാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. സത്യത്തിൻ്റെ പാതയിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം മുൾമുനയിൽ കൂടി വേണം കടന്നു പോകാനെന്നുള്ള അറിവ് പാണ്ഡവന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളുണ്ടായിട്ടും വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി, അരക്കില്ലം പോലുള്ള പല പല ബുദ്ധിമുട്ടുണ്ടായിട്ടും അതിൽ നിന്നൊക്കെ വിജയിച്ച് മുന്നോട്ട് വന്ന് അവർ തന്നെ ജയിക്കാനിടയായത്. അതെപ്പോഴാണേലും ശരി, ഒരു കാര്യം നാം വ്യക്തമായിട്ട് ധരിക്കണം: ധർമ്മത്തിനും സത്യത്തിനും മാത്രമേ വിജയം ഉണ്ടാവൂ. ഒരു കാരണവശാലും അധർമ്മത്തിന് വിജയം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഉണ്ടാകുന്നതും താൽക്കാലികമായിട്ടുള്ള വിജയമാണെന്ന് വ്യക്തമായ ഒരു ധാരണ ഏവർക്കും ഉണ്ടാകണം. ഇതാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാരണവശാലും അധർമ്മത്തിൻ്റെ വിജയം താൽക്കാലികമാണെങ്കിൽ പോലും ധർമ്മത്തിൽ ഉറച്ചു നിന്ന് പോകുന്നവർക്ക്, രാജാ ഹരിചന്ദ്രൻ്റെ കഥയൊക്കെയാണ് പറയുന്നത്, ധർമ്മം മാത്രമേ ജയിക്കൂ. ധർമ്മത്തിന് ജയം എന്നായാലും ഉണ്ടാവും. ഏത് കാലത്തായാലും അതിന് ഉണ്ടായേ മതിയാവും. ഒരുപക്ഷെ കാലതാമസം വന്നേക്കാം, ഇന്നല്ലെങ്കിൽ നാളെ. ഇത് ലോക നിയമമാണ്, പ്രപഞ്ച നിയമമാണ്, ഇത് ബ്രഹ്മ നിയമമാണ്. ഈ നിയമത്തിനപ്പുറം മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമായിട്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥയും അതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇത് കഥയാണെങ്കിൽ പോലും ആ കഥയിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ കഥയും അതുപോലെ തന്നെ ഈ കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വെച്ചത്. നമസ്കാരം.